ശ്രീ എം ജയചന്ദ്രൻ, ഡോക്ടർ പി കെ ഗോപൻ സൂചിപ്പിച്ചതുപോലെ വളരെ ശരിയായ കാര്യമാണത്. കാരണം വി ശിവദാസൻ എം പി ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചു. അതിൽ ഇതേ മന്ത്രി തന്നെ, കേന്ദ്രമന്ത്രി തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടി മറുപടി പറഞ്ഞത് NEP 2020 ദേശീയ കരിക്കുല പ്രകാരം ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചട്ടക്കൂടിൽ മാത്രമേ PM-ശ്രീ നടപ്പാക്കാനാകൂ. സംസ്ഥാനത്തിൻ്റെ അവിടെയുള്ള ഇടപെടലുകൾ വളരെ പരിമിതമാണ്. കോൺഗ്രസിൻ്റെ ആ വാദവും പൊളിയുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ. പിന്നെ അജിംഷാദെ, ഞാൻ ഇതിന്റെ മറ്റൊരു വശത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം വി റജിയും ഡോക്ടർ പി കെ ഗോപനും രാഷ്ട്രീയമായി പ്രതികരിച്ചു കഴിഞ്ഞു. ഇതിന്റെ മറ്റൊരു വശമുണ്ട്. ആ മറ്റൊരു വശം എന്ന് പറയുന്നത്, കേരളം കഴിഞ്ഞ ഇലക്ഷന് മുമ്പുള്ള കാലത്ത്, പ്രത്യേകിച്ചും കഴിഞ്ഞ 2025 അന്ത്യപാദങ്ങളിൽ മുതൽ കേരളം ഏറ്റവും കൂടുതൽ പ്രതിദിനം ഈ ഇളക്കിമറിച്ച വിവാദ കൊടുങ്കാറ്റായി മാറിയ ഒരു വിഷയമായിരുന്നു PM-ശ്രീ വിവാദം എന്ന് പറയുന്നത്. ആ വിവാദത്തിന്റെ ഒരു പക്ഷത്ത് LDF ഗവൺമെന്റ് UDF-മായി, പ്രത്യേകിച്ചും CPIM, UDF അല്ല, BJP-യുമായി, NDA-യുമായി ഉള്ള അന്തർധാരയുടെ ഭാഗമായി ആണ് PM-ശ്രീ നടപ്പിലാക്കുന്നത്. ഇതായിരുന്നു ഒരു പ്രധാനപ്പെട്ട വാദം. UDF-ന്റെ, കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ആ വാദം ഏറ്റെടുത്തത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളുമാണ്. അതിൽ ഒഴിഞ്ഞു നിന്നത്, അല്ലെങ്കിൽ ആ വിവാദത്തിൽ UDF-നൊപ്പം പങ്കുചേരാതിരുന്നത് കൈരളിയും ദേശാഭിമാനിയും മാത്രമേ ഉള്ളൂ. എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിടത്തോളം ഞാൻ അങ്ങനെയാണ് കണ്ടത്. ഞാനത് നന്നായിട്ട് ഫോളോ ചെയ്ത ഒരാളായതുകൊണ്ട് പറയുകയാണ്. അപ്പൊ ഇപ്പൊ 29-ാം തീയതി, ഇന്നല്ല മിനിഞ്ഞാന്ന്, എന്താണ് സംഭവിച്ചത്? ശ്രീ അബ്ദുൾ വഹാബ് MP-ക്കും ശ്രീമതി ജബി മേത്തർ MP-ക്കും ജയന്ത് ചൗധരി എന്ന കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ഔപചാരികമായി ലോക്സഭയിൽ കൊടുത്ത മറുപടിയിൽ എന്താണ് പറയുന്നത്? PM-ശ്രീ നടപ്പിലാക്കിയാലും ഇല്ലെങ്കിലും കേരളത്തിലുള്ള പൈസ തരും എന്നങ്ങ് പറയുകയാണല്ലോ പച്ചയ്ക്ക്. അപ്പോ കഴിഞ്ഞ വർഷം ഞാനൊക്കെ നിരന്തരം ആരോപിച്ചിരുന്നതാണ്, ഈ CPM-ഉം BJP-യും തമ്മിലല്ല, കോൺഗ്രസും BJP-യും തമ്മിലാണ് ഡീല് എന്ന് എനിക്കറിയാവുന്ന പല ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞതാണ്. അന്ന് ഈ റജിയൊന്നും സമ്മതിച്ചില്ല. ഇന്ന് മുതൽ റജിയെ അത് സമ്മതിക്കാതെ മുമ്പോട്ട് വിടാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മളിനി പല ചർച്ചകളിലും കണ്ടുമുട്ടുമല്ലോ. റജി, നിങ്ങൾ എന്ന് പറഞ്ഞാൽ UDF-ൽ പ്രധാനമായും കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് BJP കേരള കേന്ദ്ര നേതൃത്വങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട ഡീൽ ഉണ്ടാക്കിയത് എന്നുള്ള ഏറ്റവും വലിയ തെളിവെന്താണ്? സാക്ഷ്യപത്രമാണ് ഈ അബ്ദുൾ വഹാബിനും ജബി മേത്തർക്കും രാജ്യസഭയിൽ കിട്ടിയ ജയന്ത് ചൗധരിയുടെ മറുപടി. നിങ്ങൾക്കിനി ഇതിൽ നിന്ന് ഒളിച്ചോടാൻ പോയിട്ട് അത് തിരിഞ്ഞു നടക്കാൻ പോലും കഴിയില്ല. മറ്റാരും പറഞ്ഞില്ലെങ്കിൽ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഏത് ചർച്ച വന്നാലും ശരി, ഞാൻ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് UDF-ഉം BJP-യും തമ്മിലുള്ള ഡീലിന് ഏറ്റവും പ്രകടമായ തെളിവല്ല, സാക്ഷ്യപത്രം. അതാണ് സ്ഥിതി. ആ സ്ഥിതിയിൽ ചീഫ് മിനിസ്റ്റർ എന്നുള്ള പേരിന് പുതിയൊരു രൂപമാറ്റം വരികയാണ് അജിംഷാദെ. അതുകൂടെ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചീഫ് മിനിസ്റ്റർ എന്നുള്ള ആ പദവിക്ക് വലിയ കളങ്കം വരുത്തിക്കൊണ്ട് ചീഫ് മാനിപ്പുലേറ്റർ എന്ന പദവിയിലേക്ക് കടന്നിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യ ഉപജാപകൻ, ചീഫ് മാനിപ്പുലേറ്റർ. അതാണ് ആ പേരാണ് അദ്ദേഹത്തിന് ചേരുക എന്ന് ഈ ജയന്ത് ചൗധരിയുടെ രണ്ട് UDF MP-മാർ കിട്ടിയ മറുപടിയിൽ നിന്ന് അസന്നിഗ്ധമായി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ആ സ്ഥിതി ഉണ്ടാക്കി വെച്ചത് ആരാണ്? പ്രിയപ്പെട്ട സുഹൃത്തെ റജി, നിങ്ങളുടെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ, കേരളത്തിലെ മലയാള മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഒന്നടങ്കം, ഏഷ്യാനെറ്റും മാതൃഭൂമിയും മനോരമ ന്യൂസും അടക്കമുള്ള വലതുപക്ഷ ദൃശ്യമാധ്യമങ്ങൾ മുഴുവനും, പിന്നെ എമ്പാടും സോഷ്യൽ മീഡിയ, നിങ്ങൾ ആ നുണവച്ചല്ല നിങ്ങൾ കൊയ്തത്. പ്രധാനപ്പെട്ട ഒരു ഇരവെടുത്ത് ഇത് വെച്ചായിരുന്നല്ലോ. ഇപ്പൊ തെളിഞ്ഞില്ലേ? 1466 കോടി രൂപ കേരളത്തിന് കൊടുക്കാതിരുന്നപ്പോ, അതായത്
60% കേന്ദ്രത്തിന്റെ, 40% സംസ്ഥാനത്തിന്റെ. ഈ 1466 കോടി രൂപ മുഴുവനും സംസ്ഥാനം ചെലവാക്കി റജി. സംസ്ഥാനം കേന്ദ്രത്തിന്റെ 60% അടക്കം ചെലവഴിച്ചു ഈ രംഗത്ത്. എന്നിട്ടാണ് അത് ചോദിച്ച് പുറകെ നടക്കുന്നത്. അത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ വീണ്ടും പട്ടിണിക്കിടാനാണ്. ആ സ്ഥിതി ഉണ്ടായപ്പോഴാണ് വിഷയം മൂർച്ഛിക്കുന്നത്. അപ്പോഴാണ് സെക്രട്ടറി തല ചർച്ച ഉണ്ടാവുന്നതും ഇത്തരത്തിലുള്ള കണ്ടീഷൻ വെക്കുന്നതും ആ കണ്ടീഷൻ സെക്രട്ടറി തല ചർച്ചകളുടെ ഭാഗമായി അതിൽ ഒപ്പുവെക്കുന്നതും. പിന്നെ അത് ക്യാപ്റ്റൻ അബയൻസ് ആക്കി. ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറഞ്ഞാൽ നിർത്തിവെക്കുക എന്നുള്ളതാണല്ലോ. അത് രാഷ്ട്രീയ തീരുമാനമായിരുന്നു, അങ്ങനെ അതുമായി മുമ്പോട്ട് പോകണ്ട എന്നുള്ളത്. അപ്പോഴും നിങ്ങൾ വിളിച്ചു പോയിക്കൊണ്ടേയിരുന്നത് ഇത് ഡീലാണ്, ഇത് ഡീലാണ്, ഇത് ഡീലാണെന്നുള്ളതാണ്. അതങ്ങനെയല്ല എന്നുള്ളത് തെളിഞ്ഞത് എവിടെയാണെന്ന് രാജ്യസഭയിലാണ് റജി തെളിഞ്ഞത്. നിങ്ങൾക്ക് ഒളിച്ചോടാൻ നില പിന്തിരിഞ്ഞ് പോകാൻ പോലും കഴിയില്ല ഈ പതനത്തിൽ നിന്ന്. ഈ പതനം നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ മുഖ്യമന്ത്രിയുടെ പദവി കളങ്കപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ചീഫ് മാനിപ്പുലേറ്റർ, അദ്ദേഹമായിരുന്നു ഇതിന്റെ ചാമ്പ്യനായിട്ട് നിന്നത്. ഈ PM ശ്രീയിൽ പിന്നെ CPM BJP ഡീലാണ്, LDF NDA ഡീൽ എന്നുള്ളതല്ല, CPM BJP ഡീൽ എന്ന് പറഞ്ഞ് നിലവിളിച്ച് നടന്ന് നിങ്ങൾ ആളെ കൂട്ടി മാധ്യമങ്ങൾ മുഴുവൻ നിങ്ങളുടെ പിന്നാലെ ബാക്ക് പൈപ്പറെ പോലെ മാധ്യമങ്ങൾ പിന്നിൽ നിൽക്കുകയായിരുന്നല്ലോ. കുഴലൂത്തുകാരനായ നിങ്ങൾ കുഴലൂതുന്നു, പ്രതിപക്ഷ നേതാവ് കുഴലൂത്തുകാരൻ, ബാക്ക് പൈപ്പർ. പിന്നാലെ മുഴുവൻ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വലതുപക്ഷ സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാവരും. ആ സ്ഥിതി നിങ്ങൾക്ക് മിനിഞ്ഞാന്ന് വരെ നിർത്താൻ കഴിഞ്ഞു. ഇനി അങ്ങനെ അതുകൊണ്ട് പോകാൻ അനുവദിക്കാൻ കഴിയില്ല. ഇത് കേരളം അറിയണം. ഇത് പിന്നെ ഡോക്ടർ PK ഗോപൻ പറഞ്ഞു മാപ്പ് പറയുന്ന കാര്യം. പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറായാൽ ഞാൻ എൻ്റെ നാവ് കുറച്ച് താഴ്ത്താം ഇക്കാര്യത്തിൽ ഇന്നു മുതൽ. അതല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്ര വേണമെങ്കിലും പതിച്ചോളൂ, ഞാനത് കണക്കാക്കുന്നേയില്ല. നിങ്ങൾ കേരളത്തോട് ചെയ്ത രാഷ്ട്രീയമായ കൊടും ചതിയാണിത്. വഞ്ചന പോലുമല്ല, കൊടും ചതിയാണ്. ഈ കൊടും ചതിയെ ഒരു കാരണവശാലും ഒരു നിലയ്ക്കും പൊറുക്കാൻ കഴിയാത്തതാണ്. അതാണ് തൽക്കാലം പറയാം. കേരളത്തിന്റെ കാര്യത്തിൽ അടക്കം സംഭവിച്ചതുപോലെ അല്ലേ? ജനങ്ങൾക്ക് ഇത്ര അല്ല, മറ്റെല്ലാം ഞാൻ മാറ്റിവെക്കാൻ തയ്യാറാണ്. പക്ഷെ ഇത് ഒരു കാരണവശാലും മാറ്റിവെക്കാനോ എന്തെങ്കിലും നീക്കുപോക്കോ തയ്യാറാവാൻ കഴിയില്ല. എന്താണെന്നറിയാമോ? ഇന്ന് രാവിലെ ശിവൻകുട്ടി പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അതില് രസമുണ്ട്. ആ രസം കൂടെ പറഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കിൽ മോശമാണ്. എത്ര പേര് പങ്കെടുത്തു എന്ന് അന്വേഷിക്കൂ റജി. മാധ്യമങ്ങൾ എത്ര പേര് ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനത്തിന് വിരലിൽ എണ്ണാവുന്നവർ. കാര്യം അവർക്ക് മനസ്സിലായി ചെന്നാൽ പറയാൻ പോകുന്നത് വലതുപക്ഷ വിരുദ്ധത തന്നെയാണ്, വലതുപക്ഷ വിമർശനമാണ് വരാൻ പോകുന്നത് ശിവൻകുട്ടിയുടെ വായിൽ നിന്ന് എന്ന് മനസ്സിലാക്കാൻ. കാര്യം തെളിവ് ഉൾപ്പെടെയാണ്, രേഖകൾ ഉൾപ്പെടെയാണ് ശിവൻകുട്ടി വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ രേഖകൾ ഉൾപ്പെടെ അദ്ദേഹം പുറത്തുവിടാൻ പോകുന്നു. അതുകൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ ആ വഴിക്ക് ചെന്നില്ല. എത്ര ദയനീയമായ മാധ്യമ അധപതനമാണ്. മാധ്യമ പ്രവർത്തനത്തിൽ ഇതിനേക്കാളും വലിയ അധപതനം അടുത്ത കാലത്തൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നും കൂടെ ഞാൻ അടിവരയിട്ട് പറയും. അതിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ കേരളത്തിലെ സ്കൂളുകളൊന്ന് പോയി നോക്കണം. എയർ കണ്ടീഷൻ വരെയുള്ള സ്കൂളുകൾ കേരളം കെട്ടിപ്പൊക്കിയത്, അവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്, അതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട് പിന്നീട് വളരെ നിർണായകമായ മർമ്മപ്രധാനമായ ഒരു ദുരന്ത വാർത്തയിലേക്കും കൂടെ അദ്ദേഹം വന്നു. എന്തായിരുന്നു? കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ 2 കറി മതി എന്ന് പറഞ്ഞ് വെട്ടിക്കുറച്ച ഉത്തരവ്. ആ ഉത്തരവും കൂടെ വായിച്ചു കേട്ടോ. ലജ്ജ തോന്നുന്നില്ലേ? നാണം എന്നുള്ളത് തോന്നണം. UDFന്റെ ഓരോ പ്രവർത്തകനും പോലും തോന്നണം. നേതാക്കൾക്ക് തോന്നിയില്ലെങ്കിലും പ്രവർത്തകർക്കെങ്കിലും റജി അത് തോന്നണം. അത്ര ഈ പിന്നെ നിലവാരമില്ലാത്ത, അന്തസ്ഥാന ശൂന്യമായ, സ്വന്തം താല്പര്യം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ താല്പര്യം മാത്രം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമായിട്ടാണ് ശിവൻകുട്ടി രാവിലെ ആ പത്രസമ്മേളനത്തിലെ ഓരോരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞത്. ആർക്കെങ്കിലും മറുപടി ഉണ്ടോ? ഏതെങ്കിലും UDF നേതാവ് ഈ സമയം വരെ മറുപടി പറയാൻ തയ്യാറായിട്ടുണ്ടോ? ധൈര്യപ്പെടില്ല. റജീനി ഇവിടെ എന്ത് പറഞ്ഞാലും ശരി, അത് വെറും ന്യായീകരണം മാത്രമേ ആവൂ. വെറും എന്ന് പറഞ്ഞാൽ നിലവാരം താഴ്ന്ന ന്യായീകരണം മാത്രമേ ആവൂ. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ കേരളത്തോട് ചെയ്ത ഈ രാഷ്ട്രീയ വഞ്ചന, ചതി, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും റജി. ഒരു സംശയവും. തീർച്ചയായും.